മക്കളെ നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളുടെ ചെടി എല്ലാവരുടെയും വീട്ടിൽ നട്ടിട്ടുണ്ടാവുമല്ലോ. നടണം. നടാത്തവരെല്ലാവരും നടണം. നന്നായി പരിപാലിക്കണം. വെള്ളം, വെളിച്ചം, ഭക്ഷണം, സ്നേഹം ഒക്കെ കൊടുക്കണം. ഒപ്പം നല്ലൊരു പേരും കൊടുക്കണം. ഇന്ന് നമ്മൾ ഈ ചെടിയിൽ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ശിഖരങ്ങൾ പോയി മുകളിലേക്ക് 2 പൂക്കൾ, വീണ്ടും വലതുഭാഗത്തേക്ക് ശിഖരങ്ങളും കായകളൊക്കെ ഉണ്ടായതൊക്കെ നമ്മൾ പഠിച്ച് അല്ലേ? ഇവിടെ ഉദ്ദേശിച്ചത് എന്താ? വലതുഭാഗത്തേക്ക് പോകുന്ന സ്വരാക്ഷരങ്ങൾ, ചിഹ്നങ്ങളുള്ള സ്വരാക്ഷരങ്ങളുണ്ട്, ഇടതുഭാഗത്ത് ചിഹ്നങ്ങളുള്ള സ്വരാക്ഷരങ്ങളുണ്ട്, വലതും ഇടതുഭാഗത്തുള്ളത്. അതൊക്കെ സൂചിപ്പിക്കാൻ എളുപ്പത്തിനൊരു വഴിയാണ് ഈ ചെടിയെ നമ്മൾ സഹായത്തിനായിട്ട് എടുത്തത് അല്ലേ? ഇനി നമുക്ക് ഉപയോഗിച്ച ചിഹ്നങ്ങൾ എങ്ങനെയാണ് ലിഖിത രൂപത്തിൽ എഴുതുന്നതെന്ന് പഠിക്കാം. അതിലൂടെ എങ്ങനെ വാക്കുകൾക്ക് ചിഹ്നങ്ങൾ, ഉചിതമായ ചിഹ്നങ്ങൾ കൊടുക്കണമെന്നും കൂടി ഉറപ്പിക്കാം. ആദ്യത്തെ നമ്മുടെ അക്ഷരം, സ്വരാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം ആ. ആ എന്നുള്ള അക്ഷരം, ആ ശബ്ദം വ്യഞ്ജനങ്ങൾക്ക് എല്ലാത്തിൻ്റെയും കൂടെ ഉള്ളതാണ്. പ്രത്യേകിച്ച് ചിഹ്നങ്ങളൊന്നും വേണ്ട. നമ്മൾ ക, ഇവിടെ എടുത്തേക്കണ വ്യഞ്ജനാക്ഷരം കായാണ്. ക എന്നുള്ള അക്ഷരത്തോടു കൂടി നമ്മൾ ആ ചേർത്തു. അതിനെന്താ നമ്മൾ ചേർക്കുന്ന ചിഹ്നം? ഒരു ചന്ദ്രകല. ക എ എന്ന് പറയണം. ക എ ആ, ക. അപ്പം എന്തുണ്ട്? കായുടെ എല്ലാ വ്യഞ്ജനങ്ങളുടെയും കൂടെ എന്ത് കിടക്കുന്നുണ്ട്? ആ കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പിന്നെ എഴുതണ്ട. ഇവിടെ മാത്രം എഴുതിയാൽ മതി. അപ്പം കഴിഞ്ഞു. ആ കഴിഞ്ഞു, വ്യഞ്ജനം കാ കഴിഞ്ഞു. അടുത്ത സ്വരാക്ഷരം ആ. അപ്പം അതിനാനുപാതികമായ വ്യഞ്ജനാക്ഷരം കാ. അവിടെ നമ്മൾ എങ്ങനെ എഴുതണേ നോക്കിയേ. ക എന്നുള്ള അക്ഷരത്തോടു കൂടി ആ ചേർത്തു, ചന്ദ്രകലയിട്ട് ആ ചേർത്തു. അവിടെ ചിഹ്നം ദീർഘം. അപ്പം എന്തായി? കാ. അക്ഷരം കിട്ടി. ഇനി ആ ദീർഘം എന്നുള്ള ആ ചിഹ്നത്തിൻ്റെ വാക്കില്ലേ, ദീർഘം, അതെങ്ങനെയാണ് എഴുതണേന്ന് നോക്കിയേ. ദ, എ, ഈ, ഇർ, ഗ, അം. ദീർഘം. മനസ്സിലായില്ലേ എങ്ങനെയാണ് അക്ഷരങ്ങൾ രൂപപ്പെടുന്നതെന്ന്? ചിഹ്നങ്ങൾ ചേർത്ത് ദീർഘം എന്നുള്ളൊരു വാക്ക് പഠിച്ചില്ലേ? അപ്പം അതിനോട് മാത്രമാണ്. ഏത് വ്യഞ്ജനത്തിനോടുകൂടിയും ദീർഘം ചേർത്താൽ ആ എന്നുള്ള ശബ്ദം കിട്ടും. അടുത്ത അക്ഷരം ഏതാണ്? ഇ. ഇ എന്നുള്ള അക്ഷരം വ്യഞ്ജനത്തോട് ചേരുമ്പോൾ ഈ ശബ്ദം അവസാനം വരും. ക എ ഇ, കി. ആ ചിഹ്നത്തിൻ്റെ പേര് വള്ളി. എങ്ങനെയാണ് വള്ളി എന്ന് എഴുതണേ നോക്കിയേ. സ്റ്റെപ്പായിട്ട് തന്നെ. വാ, കൂട്ടക്ഷരം വേണം, ള. ആദ്യം 2 ള എങ്ങനെ എഴുതണേ നോക്ക്. അതിനോടുകൂടി ഈ ശബ്ദം കൊടുക്കൂ, ളി. വള്ളി. മനസ്സിലായില്ലേ? ഇനി വള്ളി എന്ന് വരുന്ന സ്ഥലത്ത് നമ്മൾ വള്ളിന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട. കിട്ടി നമുക്ക് എങ്ങനെ എഴുതണ്ടേന്ന്. അടുത്ത അക്ഷരം ഈ. വ്യഞ്ജനത്തിനോട് ചേർക്കൂ. കായോട് ചേർത്തപ്പോൾ കീ. നീട്ടുക. ആ നീട്ടിയ പോലെ ഈ, നീട്ടി. എഴുതിയില്ലേ? ആ ചിഹ്നം കെട്ടുവള്ളി. വള്ളി നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് കെട്ടു എന്നെങ്ങനെ എഴുതണം. കെ, എ ശബ്ദമാണ്. അതിൻ്റെ ചിഹ്നം ക എന്നുള്ള അക്ഷരത്തിൻ്റെ ഇടതുഭാഗത്തൊരു പുള്ളിയിടലാണ്. എ ശബ്ദം കൊടുക്കാൻ. ക എ എ, കെ. ട കൂട്ടക്ഷരമാണ്. 2 ട ചേരുക. അതിനോടുകൂടി ഊ ശബ്ദം കൊടുക്കാൻ ഊ ചേർക്കുക. ടായോടുകൂടി ഉകാരം ചേർക്കുക. കെട്ടു. വള്ളി നമ്മൾ പഠിച്ചു, കെട്ടുവള്ളി. അടുത്ത അക്ഷരമാണ് ഉ. കായോടുകൂടി ഊ ചേർത്തു. ശബ്ദം കു. അക്ഷരം കു. ഏതാണ് ആ ചിഹ്നം? ഉകാരം അല്ലെങ്കിൽ കുനിപ്പ്.
ഉകാരം എഴുതാൻ കൊട്ടേഷനിൽ ഊ എഴുതുക. കാരം. കാ കൊടുക്കാനറിയാം, രം കൊടുക്കാനറിയാം. അടുത്തത് കുനിപ്പ്. ഉകാരം കൊടുക്കാനറിയാം. നി ഇകാരം കൊടുക്കാൻ വള്ളി കൊടുക്കാനറിയാം. പ 2 പ ചന്ദ്രകല. ആദ്യം ഒരു പ എഴുതുക, ചന്ദ്രകല ഇടുക. അടുത്ത പ എഴുതുക, പ ചന്ദ്രകല. കുനിപ്പ്. അടുത്ത അക്ഷരം ഊ. അടുത്ത വ്യഞ്ജനാക്ഷരം കൂ. ക ഊ കൂ. ചിഹ്നം കെട്ടുകുനിപ്പ് അല്ലെങ്കിൽ ഊകാരം. കെട്ടു നമ്മൾ പഠിച്ചു, കുനിപ്പും പഠിച്ചു. നേരെ എഴുതുക, കെട്ടുകുനിപ്പ്. പഠിച്ചത് മറന്നു പോകരുത്. അടുത്തത് സ്വരം ഋ. ഋകാരം കൊടുക്കുമ്പോൾ കൃ. അക്ഷരം വ്യഞ്ജനാക്ഷരം കൃ. ചിഹ്നം ഋകാരം. അവിടെ നമ്മൾ ഋ എന്ന് എഴുതിയിട്ട് കാരം ചേർത്താൽ മതി. ഋകാരം. വലതുഭാഗത്തേക്കുള്ള യാത്ര തൽക്കാലം കഴിഞ്ഞു. ഇടതുഭാഗം എ. കായോടുകൂടി എ കൊടുത്തപ്പോൾ ഇടതുഭാഗത്ത് ഒരു പുള്ളി ഇടുക. കെ. പുള്ളി എന്ന് എങ്ങനെ എഴുതണേ നോക്കിയേ. പ എ ഉ പു. ള്ളി പഠിച്ചിട്ടുണ്ട്. പുള്ളി. എ കഴിഞ്ഞു. അടുത്ത അക്ഷരം എ. കായോടുകൂടി എ ചേർന്നു. കേ. ചിഹ്നം കെട്ടുപുള്ളി. കെട്ടു പഠിച്ചു, പുള്ളിയും പഠിച്ചു അല്ലേ. അടുത്ത അക്ഷരം ഐ. എയുടെ മുന്നിൽ പുള്ളി ചേർത്തു ഇടതുഭാഗത്ത്. അതിന് വ്യഞ്ജനത്തിന് ശബ്ദം കൊടുക്കുമ്പോൾ ക എ ഐ കൈ. എന്ത് വേണം? വ്യഞ്ജനത്തിൻ്റെ മുൻഭാഗത്ത് അല്ലെങ്കിൽ ഇടതുഭാഗത്ത് 2 പുള്ളികൾ ഇടണം. അതിന് പറയുന്നത് ഇരട്ടപ്പുള്ളി. കൈ. അപ്പോൾ ഇടതുഭാഗത്തേക്കുള്ള ചിഹ്നങ്ങളും കഴിഞ്ഞു. അടുത്ത 2 അക്ഷരങ്ങൾ ഒ ഓ. നമ്മൾ പൂക്കളായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചേക്കണം. കാരണം സ്വരാക്ഷരങ്ങളിൽ ഇടതും വലതും ചിഹ്നത്തോടുകൂടി എഴുതുന്നു. ഇടതും വലതും ചിഹ്നങ്ങൾ വ്യഞ്ജനങ്ങൾക്ക് വരുമ്പോൾ കൊടുക്കുന്ന 2 അക്ഷരങ്ങളാണ് ഒ ഓ. ഒ എഴുതാൻ നമ്മൾ വെറും സാധാരണ ഒ എഴുതുക. ശബ്ദം കൊടുക്കാൻ വ്യഞ്ജനത്തിൻ്റെ മുൻഭാഗത്ത് പുള്ളിയും, അതായത് ഇടതുഭാഗത്ത് പുള്ളിയും വലതുഭാഗത്ത് ദീർഘവും കൊടുക്കുക. അപ്പോൾ കാ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ക കെ കോ. അങ്ങനെയാണ് ആദ്യം എഴുതി ശീലിക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇടതും വലതും ചിഹ്നങ്ങൾ. അടുത്തത് 12ാമത്തെ അക്ഷരം ഓ. അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? ഇടതുഭാഗത്ത് കെട്ടുപുള്ളി, വലതുഭാഗത്ത് ദീർഘം. കാ എഴുതുക, കെട്ടുപുള്ളി ഇട്ടിട്ട് കേ, വലതുഭാഗത്ത് ദീർഘിട്ട് കോ. പക്ഷെ നമ്മൾ എഴുതി ഫ്ലുവൻ്റ് ആയി കഴിയുമ്പോൾ നേരെ തന്നെ ചിഹ്നം തന്നെ ഇട്ടിട്ട് നമ്മൾക്ക് എഴുതി. ഇപ്പം കോ എന്ന് എഴുതണമെങ്കിൽ അത് നമ്മൾ പുള്ളി ഇടുന്നു, കാ എഴുതുന്നു, ദീർഘം ഇടുന്നു. ശീലിക്കാൻ വേണ്ടിയാണ് നമ്മൾ എഴുതും വലതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം കോ ഓ കഴിഞ്ഞു. അടുത്തൊരക്ഷരവും കൂടി ഔ. അവിടെ നമ്മുടെ ചിഹ്നം അതേ ചിഹ്നം തന്നെ. ഈ ഊ എന്നെഴുതിയ അതേ ചിഹ്നം തന്നെ ഓയോടുകൂടി ചേരുമ്പോൾ ഔ എന്നുള്ള സ്വരാക്ഷരം. പിന്നെ ആ ശബ്ദം വ്യഞ്ജനത്തിന് കൊടുക്കാൻ ആ ചിഹ്നം തന്നെ. അപ്പം നമ്മൾ ഔ ചിഹ്നം. ആദ്യമായിട്ട് നമ്മൾ ചിഹ്നം എന്നുള്ളൊരു വാക്ക് എഴുതാൻ പോണേണ്. ചിഹ്നം എങ്ങനെ എഴുതണം? ച എ ഇ ചി. നം ശ്രദ്ധിക്കണം. 3 തരം ചിഹ്നങ്ങളുണ്ട്. ഒന്ന് ആനയുടെ ചിഹ്നം വിളി. അത് 2 നാ ചേർന്നിട്ടുള്ള ന, 2 നാ ചേർന്നിട്ടുള്ള ഇന്നായാണ് ചിഹ്നം വിളി. പിന്നെ ഗ്ലാസ് ഒക്കെ താഴ്ത്തു വീണ് പൊട്ടിച്ചു തരണം. ഓ ചിഹ്ന ഭിന്നമായെന്ന് പറയും അല്ലേ. അത് നമ്മുടെ അതിഖരം ചേർത്ത ഛ, അത് ചേർത്തിട്ടുള്ള ചിഹ്നമാണ്. ഇവിടെ ചിഹ്നം ആ ഹ ശബ്ദം കൊടുത്തിട്ടുള്ള ഹ എ ന അനുസ്വാരം ചിഹ്നം, അതാണ് ഔചിഹ്നം എന്ന് പറയുന്നത്. അവിടെ അക്ഷരങ്ങൾക്ക് കൊടുക്കുമ്പോൾ ആ ചിഹ്നം കൊടുക്കണമെങ്കിൽ കൗ, കൗസല്യ, കൗരവർ. ഓക്കെ. അടുത്ത 2 അക്ഷരങ്ങൾ അം അ. അത് നമ്മൾ അക്ഷരങ്ങളെന്നല്ല ചിഹ്നങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ചിഹ്നം അനുസ്വാരം. അതെങ്ങനെ എഴുതണേ നോക്കിയേ. അ ന എ ഉ നു സ്വാ. സ്വാക്ക് 3 സ്റ്റെപ്പ് വരും. സ എ വ അല്ലേ. അപ്പോൾ നമ്മൾ സ്വായായി. അതിനോടുകൂടി സ്വായോടുകൂടി
ആ ചേരുമ്പോഴാണ് സ്വാ. വ്യക്തമായിട്ട് പഠിക്കണം. അനുസ്വ. രം എഴുതാൻ കുഴപ്പമില്ല. ര അനുസ്വാരം. അനുസ്വാരം അത് സ്വരാക്ഷരങ്ങളോടുകൂടിയും വ്യഞ്ജനാക്ഷരങ്ങളോടും കൂടി ചേർന്ന ചിഹ്നമാണ്. വളരെ പ്രധാനപ്പെട്ട ചിഹ്നമാണ് അല്ലേ? സ്വരാക്ഷരങ്ങളോട് നേരിട്ട് ചേർന്ന് വാക്കുകൾ ഉണ്ടാക്കുന്നുണ്ട് അനുസ്വാരം. ഒപ്പം വ്യഞ്ജനങ്ങളുടെ കൂടെയും ചേരുന്നുണ്ട് അനുസ്വാരം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ്. അനുസ്വാരം നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ശബ്ദമാണ് വരുന്നത്? മ. ഒരു മകാരം. അം, അംജ. ഇം, ഇമ്രാൻ. ഉംറ. എം, എംബാം. ഓം, ഓംബുഡ്സ്മാൻ. മനസ്സിലായില്ലേ? കം, കംസൻ. അപ്പം അങ്ങനെ സ്വരങ്ങളോടും വ്യഞ്ജനങ്ങളോടും കൂടി ചേരുന്ന ഒരേ ഒരു ചിഹ്നമാണ് അനുസ്വാരം. അടുത്തതും അതുപോലെ തന്നെ സ്വരങ്ങളോടും വ്യഞ്ജനങ്ങളോടും കൂടി ചേരുമെങ്കിലും അത് പിന്നെ മാറ്റി എഴുതാനും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ദുഃഖം എന്ന് എഴുതുമ്പോൾ ഒരു ഹകാരമാണ് നമ്മൾ കൊടുക്കുന്ന ശബ്ദം. ദുഃഖം എന്ന് എഴുതുമ്പോൾ അത് വേണം, നിർബന്ധമായിട്ടും വേണം, അല്ലെങ്കിൽ ദുഃഖം ഫീലില്ല. പക്ഷെ ഇപ്പം നമ്മൾ അധപ്പതനം, അന്ധപുരം, മനസ്സമാധാനം, മനഃശക്തി ഇതിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ ഈ ചിഹ്നം കൊടുത്ത് കഴിഞ്ഞ് അത് വേണമെങ്കിൽ മാറ്റിയിട്ട് തുടർന്ന് വരുന്ന അക്ഷരം ഇരട്ടിച്ചാലും നമുക്ക് കൃത്യമായ വാക്കുകൾ എഴുതാൻ സാധിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചിഹ്നങ്ങൾ എങ്ങനെ അക്ഷരത്തോടുകൂടി ചേർത്ത് പൂർണ്ണരൂപം ഉച്ചാരണത്തിൽ വരുത്തും എന്നുള്ളത് പഠിച്ചു. ഇനി നമുക്ക് സ്വരാക്ഷരങ്ങൾ എങ്ങനെ എഴുതണമെന്ന് നോക്കാം. എങ്ങനെയാണ് സ്വരാക്ഷരങ്ങൾ എഴുതുന്നത്? സ, എ, വ, സ്വ. ര, എ, ആ, രാ. ക്ഷ, ക, ക, ഷ. കൂട്ടക്ഷരമാണ് ക്ഷ. അടുത്തത് ര. ങ്ങൾ, രണ്ട് ങ. ങ, ഇൾ. സ്വരാക്ഷരങ്ങൾ. മനസ്സിലായില്ലേ? ഈ സ്വരാക്ഷരങ്ങൾ കാണിച്ച ചെടിയാണിത്. അപ്പോൾ സ്വരാക്ഷര ചെടി എന്ന് എങ്ങനെ എഴുതണം? അവിടെ നമ്മൾ ആ ങ്ങൾ അങ്ങോട്ട് മാറ്റുക. സ്വരാക്ഷര കഴിഞ്ഞാൽ ചെടി ചേർക്കണം നമുക്കല്ലേ? അത് നമ്മൾ ചെടി മാറ്റി എഴുതുക. ച എകാരം കൊടുക്കുക. ചെ, ട, എ, ഇ, ചെടി. പക്ഷെ സ്വരാക്ഷര ചെടി എന്ന് വരുമ്പോൾ നമുക്കവിടെ ഒരു ഇരട്ടിപ്പ് വരുന്നില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചായ എന്നുള്ളത് ഇരട്ടിച്ച ചായ ആക്കിയിട്ട് ഏ ശബ്ദം കൊടുക്കുക. എങ്ങനെ വരുന്നുണ്ട് നോക്കിയേ. സ്വരാക്ഷര ച, എ, ചെ, ഡി. സ്വരാക്ഷര ചെടി. വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം. കൂടാതെ ഇന്നിപ്പോൾ നമ്മൾ സയൻസിൻ്റെ ബേസിലാണ് സ്വരാക്ഷര ചെടി അവതരിപ്പിച്ചതെങ്കിൽ നമുക്ക് ഇതിനെ ഗണിത ചെടിയാക്കി മാറ്റുകയും ചെയ്യാം തുടർന്നുള്ള ക്ലാസ്സുകളിൽ. അപ്പം എല്ലാവരും കൃത്യമായിട്ട് ചെടി നടുക, പരിപാലിക്കുക. ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞ് അടുത്ത ദിവസം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നന്ദി, നമസ്കാരം.